എല്ലാവർക്കും കില ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 290 കട്ട്, അത് രാഹുൽ ടെക്സോപ്രിൻ്റെ അൻമോൾ ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റത്തിൻ്റെയാണ് കേട്ടോ. പുതിയൊരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാണ്. എല്ലാവർക്കും നല്ലൊരു രീതിക്ക് ഈ വർഷം നല്ല ബിസിനസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നമ്മുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലാണ്. നൈറ്റി മെറ്റീരിയൽ, കോട്ടൺ ഷോൾ, അണ്ടർ സ്കേർട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് അവൈലബിലിറ്റിയിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് അറിയാൻ ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഹോൾസെയിലായിട്ട് വേണ്ട ഒരു വാട്സാപ്പിന് ഇതേക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ നമ്മൾ ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. അപ്പം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ബോറടിയായിട്ട് തോന്നും, അപ്പോൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കുക. അത് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വർദ്ധമാൻ, രാഹുൽ, ലാൽജി വാല, കിരൺ ഗോൾഡ്, അങ്ങനെ ഒരു 4-5 ബ്രാൻഡ് ഐറ്റംസ് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എല്ലാ ബ്രാൻഡിൻ്റെയും ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസാണ് ചെയ്യുന്നുള്ളൂ. നമ്മൾ റേറ്റ് കുറഞ്ഞ ഐറ്റംസ് നമ്മുടെ അടുത്ത് സ്റ്റോക്കില്ല, അപ്പോൾ അതാരും ചോദിക്കേണ്ട, അത് നമ്മൾ ചെയ്യുന്നില്ല. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 143 പ്ലസ് GST ആണ്. 290 കട്ടാണ്. യൂഷ്വലി 3 മീറ്റർ 290 എന്ന് പറഞ്ഞത് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ GST ഉൾപ്പെടെ ഏകദേശം 150 രൂപയുടെ അടുത്തേക്ക് റേറ്റ് വരും. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ്. 10 പീസിൽ താഴെ ഹോൾസെയിലായിട്ട് കിട്ടില്ല. ഈ കാണിക്കുന്ന ഡിസൈൻസ് എല്ലാം തന്നെ 290 കട്ടിൻ്റെയാണ്. അത് വേറെ 320 അങ്ങനെ ഒന്നും ഐറ്റംസ് ഇല്ല. അതൊക്കെ നമുക്ക് വേറെ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡിസൈൻ ഈ കാണിക്കുന്ന ഡിസൈൻസ് എല്ലാവരുടെയും വീണ്ടും 290 വേറെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഫുൾ ഡിസൈൻ സ്റ്റോക്ക് കാണണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഐറ്റത്തിൻ്റെ ഫോട്ടോസ് തരാൻ പറയുക. കാറ്റലോഗ് എന്ന ഓപ്ഷൻ നമുക്ക് ഉണ്ടാവില്ല. ആ ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. 10 മിനിറ്റിനുള്ളിൽ ഫോട്ടോസ് കിട്ടും. ഫോട്ടോസ് കിട്ടിയാൽ തന്നെ ഉടനെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കണം. നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടപ്പെട്ടത് ആ ഡിസൈൻ്റെ ഫോട്ടോ റിട്ടേൺ അയച്ചു കൊടുക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഡ്രസ്സ് വിത്ത് പിൻകോഡ് അയച്ചു കൊടുക്കുക. ഇന്ത്യ പോസ്റ്റാണോ കൊറിയറിലാണോ അയക്കേണ്ടത് കൂടി മെൻഷൻ ചെയ്യുക കേട്ടോ. 10 പീസാണ് നമ്മുടെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എങ്കിലും നിങ്ങളിപ്പോൾ കൊറിയർ വഴിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 25 പീസ് മിനിമം എടുക്കാൻ നോക്കുക. അങ്ങനെ എടുക്കുമ്പോൾ കുറേ കോസ്റ്റിൽ കുറവുണ്ടാകും. അപ്പോൾ 10 പീസ് നമുക്ക് കൊറിയറിൽ അയക്കണമെങ്കിൽ 100 രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ടെങ്കിൽ 25 പീസ് അയക്കണമെങ്കിൽ 175 രൂപയാണ് വരുള്ളൂ. അപ്പോൾ പെർ പീസിനകത്തുള്ള കോസ്റ്റ് വളരെയധികം നമുക്ക് കുറഞ്ഞ് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളെ കാര്യങ്ങൾ പറയുന്നത്. ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ അങ്ങോട്ടൊക്കെ എടുക്കുന്നവർ അല്ലെങ്കിൽ കേരളത്തിന് പിന്നെ പുറത്തേക്ക് എടുക്കുന്നവർ ക്വാണ്ടിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ഇത് 30 പീസിൻ്റെ അല്ലെങ്കിൽ 40 പീസിൻ്റെ താഴത്തേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റിൽ എടുത്തോ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കത് ആ റേറ്റ് തന്നെയാണ് ഫീസിബിൾ. അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കുന്നവർ, അതായത് ഒരു 60-70 പീസിൻ്റെ മുകളിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും പാഴ്സൽ തന്നെയായിരിക്കും. ഇന്ത്യയിൽ എവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലത്. പാഴ്സലിൻ്റെ റേറ്റ് ഒരു ഫിക്സഡ് റേറ്റാണ്. ആ ഒരു റേറ്റിനകത്ത് നമുക്ക് ഏകദേശം ഒരു 100-120 പീസ് വരെ എടുക്കാൻ പറ്റും. അതിൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് റേറ്റ് ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിലും ഷോപ്പിൽ നേരിട്ട് വേണ്ട കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോ ലിങ്ക് കിടക്കുന്നുണ്ട്, അത് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്തോ. ഇതിൽ വാട്സാപ്പ് കോൾ ചെയ്യരുത്. വാട്സാപ്പ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വർക്കിനെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വാട്സാപ്പ് കോൾ ചെയ്യരുത് നമ്മളെപ്പോഴും പറയുന്നത്. പിന്നെ ഓൾ ഇന്ത്യ ലെവൽ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പുറത്തേക്ക് നമുക്ക് ഷിപ്പ് ചെയ്യാനുള്ള പോസിബിളാണ്. അതൊക്കെ വേണ്ടവർ ചോദിച്ചു, നമുക്കത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഈ 10 പീസുള്ള ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്കത് അയക്കാൻ പറ്റും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഓപ്ഷൻ നമുക്കില്ല, അത് നമ്മൾ ചെയ്യുന്നില്ല. അത് പിന്നെ ഒന്നല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെയുള്ള UPI ആപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ. ഈ 2 ഓപ്ഷൻ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടുന്ന് ബില്ല് തന്നു കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളിവിടുന്ന് ഐറ്റം അയക്കുന്നത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.